സൗദി പാകിസ്ഥാൻ സൈനിക സഹകരണത്തിൽ ഇന്ത്യക്ക് അതൃപ്തി. ഇന്ത്യക്കും സൗദിക്കുമിടയിൽ തന്ത്രപ്രധാന ബന്ധമുണ്ട്. താൽപര്യങ്ങളും ആശങ്കകളും പരസ്പരം അംഗീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, സൗദി പാകിസ്ഥാൻ സൈനിക സഹകരണം, പുതിയ കരാറുകൾ, അത് ഇന്ത്യയെ ഏത് തരത്തിലാണ് അലട്ടുന്നത്? ഇന്ത്യ സൗദിയെ രേഖാമൂലമാണോ ഈ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്? എന്താണിപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസമായിരുന്നു സൗദിയും പാകിസ്ഥാനും തമ്മിൽ സൈനിക കരാറുകൾ ഏർപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അതിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള അതിർത്തി നിലവിലുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യങ്ങൾ മറച്ചു വെക്കാതെ പറയുകയും ചെയ്തത്. ഇന്ത്യക്കും സൗദിക്കുമിടയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധമാണ് ഉള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു. താല്പര്യങ്ങളും ആശങ്കകളും പരസ്പരം അംഗീകരിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്, അതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു മറുപടിയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. ഈ കരാറിൽ ഒപ്പിട്ടത് മുതൽ ഇന്ത്യ വലിയ രീതിയിലുള്ള ആശങ്ക ഇതിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന കാര്യം ഇന്ത്യക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായതാണ്. ഈ സൗദിയും പാകിസ്ഥാനും തമ്മിൽ സൈനിക കരാറിൽ ഏർപ്പെടുമ്പോൾ ഇരു രാജ്യങ്ങൾക്കുമേൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, പാകിസ്ഥാന് നേരെയോ സൗദിക്ക് നേരെയോ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക്, അതായത് പാകിസ്ഥാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് സൗദിക്ക് നേരെ നടക്കുന്ന ആക്രമണമായി കണക്കാക്കും എന്നാണ് ഈ കരാറിൽ പറയുന്ന ഒരു പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ആശങ്ക ഇന്ത്യക്ക് നിലനിൽക്കുന്നുണ്ട്. അത് സൗദി ഒരുപക്ഷെ ഏതെങ്കിലും വഴി അത് അറിയിക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ശരി തൗഫീഖ്.